ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം നിങ്ങൾക്കറിയാം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ നിങ്ങൾ കേട്ടു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് എന്തായിരിക്കും? ഒരു പുരാണ കഥയാണ്, പുരാണത്തിൽ നിന്നെടുത്ത ഒരു കഥ. അപ്പോൾ കടന്നാലോ? വൈകണ്ട അല്ലേ? ലങ്കയിലെ രാജാവായിരുന്നു രാവണൻ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? പിന്നെ രാവണന് 10 തലയും 20 കൈകളുമുള്ള രാവണനെ കുറിച്ചും നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ രാവണനെ എല്ലാവരും ഭയപ്പെട്ടിരുന്നു. ആർക്കും അയാളെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. അഹങ്കാരിയായ രാവണന് ഒരു മോഹം. അതെന്താണെന്നോ? ദേവലോകത്ത് നിന്ന് ദേവേന്ദ്രനെ പിടിച്ചുകെട്ടി ലങ്കയിലേക്ക് കൊണ്ടുവരണം. ദേവേന്ദ്രനെ പിടിച്ചുകെട്ടിക്കൊണ്ടുവരാൻ രാവണൻ തൻ്റെ മകനായ മേഘനാഥനെ അയച്ചു. അയാൾ ദേവലോകത്ത് ചെന്ന് ഇന്ദ്രനെ ബന്ധിച്ച് തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഹാജരാക്കി. രാവണൻ പുത്രൻ്റെ കഴിവിനെ അഭിനന്ദിച്ചു. രാവണപുത്രൻ ദേവേന്ദ്രനെ ബന്ധനസ്ഥനാക്കി. രാവണനോട് എതിർത്ത് നിൽക്കുവാൻ ശക്തിയില്ലാതെ ദേവന്മാർ ലജ്ജിച്ചു തല താഴ്ത്തി. കൈലാസപർവ്വതം പോലും കയ്യിലെടുത്ത് അമ്മാനമാടുന്ന രാവണനെ എതിർക്കുന്നത് എങ്ങനെ? ഏതായാലും ദേവേന്ദ്രനെ മോചിപ്പിച്ചേ പറ്റൂ. ദേവന്മാർ ബ്രഹ്മാവിനെ കണ്ട് സങ്കടമുണർത്തിച്ചു. ഇന്ദ്രനെ സ്വതന്ത്രനാക്കാൻ ബ്രഹ്മാവ് രാവണനോട് കൽപ്പിച്ചു. രാവണനാകെ അങ്കലാപ്പിലായി. മനുഷ്യൻ്റേതൊഴികെ മറ്റാരുടെയും കൈകൊണ്ട് തനിക്ക് മരണമുണ്ടാവരുതെന്നുള്ള വരം കനിഞ്ഞു നൽകിയ ദേവന്റെ കൽപ്പനയല്ലേ, അനുസരിക്കാതെ പറ്റുമോ? ബ്രഹ്മാവിൻ്റെ കൽപ്പന മാനിച്ച് രാവണൻ ദേവേന്ദ്രനെ മോചിപ്പിച്ചു. രാവണ കുടുംബത്തിൽ നിന്ന് തനിക്കുണ്ടായ മാനക്കേടിന് പകരം വീട്ടിയേ മതിയാകൂ, ദേവേന്ദ്രൻ തീരുമാനിച്ചു. അതിനുള്ള തക്കവും പാർത്ത് ദേവേന്ദ്രൻ ദേവലോകത്തിരിക്കുമ്പോഴാണ് ശ്രീമാൻ നാരദ മഹർഷി അവിടേക്ക് എഴുന്നള്ളിയത്. നാരദ മഹർഷിയെ വേണ്ട വിധം സൽക്കരിച്ച ദേവേന്ദ്രൻ അദ്ദേഹത്തോട് ഇങ്ങനെ അപേക്ഷിച്ചു. അല്ലയോ മഹർഷേ, മേഘനാഥൻ എന്നെ പിടിച്ചുകെട്ടി ലങ്കയിൽ കൊണ്ടുപോയ വിവരം അങ്ങ് അറിഞ്ഞിരിക്കുമല്ലോ. രാവണൻ എന്ന ദുഷ്ടൻ കാരണം ദേവന്മാർക്കെല്ലാം മാനക്കേട് വന്നിരിക്കുന്നു. ദേവലോകം പോലും മുടിക്കുവാൻ അവന് മടിയില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും രാവണന്റെ അഹങ്കാരം കുറയ്ക്കണം. അതിന് അങ്ങേക്ക് മാത്രമേ കഴിയൂ. അത്രയല്ലേ ഉള്ളൂ. രാവണന്റെ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കാം. ദേവേന്ദ്രന് അപ്രകാരം വാക്ക് നൽകിയ നാരദൻ നേരെ പോയത് ലങ്കയിലേക്കാണ്. തൻ്റെ പ്രതാപത്തെ പറഞ്ഞു കേൾപ്പിക്കാൻ ഒരാളെ കാത്തിരിക്കുകയായിരുന്ന രാവണന് നാരദനെ കണ്ടപ്പോൾ എന്തു സന്തോഷമായെന്നോ. മുനിയെ വേണ്ട വിധം സൽക്കരിച്ച് രാവണൻ തൻ്റെ പുത്രൻ മേഘനാഥൻ ചെയ്ത ധീരകൃത്യങ്ങൾ നാരദനെ പറഞ്ഞു കേൾപ്പിച്ചു. രാവണന്റെ ചെയ്തികളെല്ലാം മൂളിക്കേട്ട നാരദൻ ഒടുവിൽ ഇങ്ങനെ പറഞ്ഞു. വളരെ നന്നായി. ദേവലോകം വരെ അങ്ങയുടെ കീർത്തി പരന്നിരിക്കുന്നു. രാവണൻ എന്ന പേര് കേട്ടാൽ മതി, ദേവന്മാരെല്ലാം നടുങ്ങും. പക്ഷേ എന്താണ് പക്ഷേ? പറയൂ, കേൾക്കട്ടെ. ജിജ്ഞാസയോടെയുള്ള രാവണന്റെ ചോദ്യത്തിന് മഹർഷി തുടർന്നു പറഞ്ഞു. ഒരു കാര്യം പറയാൻ മടിയുണ്ടെങ്കിലും പറയാതെ വയ്യ. എന്താണ് മഹർഷേ? കേൾക്കട്ടെ. ദേവേന്ദ്രന്റെ ഒരു മകനുണ്ടല്ലോ, ബാലി, ഒരു മുതുകുരങ്ങൻ. അവന് എന്തുമാത്രം അഹങ്കാരമാണെന്നോ. രാവണൻ എന്ന പേര് കേൾക്കുന്നതേ അവന് പുച്ഛമാണ്. അങ്ങ് അവൻ്റെ അഹങ്കാരം ഒന്ന് അടക്കണം. അവനെയും പിടിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവരണം. അതിനങ്ങ് ഉടൻ തന്നെ പുറപ്പെടണം. നാരദന്റെ വാക്കുകൾ കേട്ട രാവണൻ ചാടി പുറപ്പെട്ടു. ആരവിടെ? സൈന്യങ്ങളെല്ലാം തയ്യാറാവട്ടെ. രാവണന്റെ കൽപ്പന കേട്ട നാരദൻ ചോദിച്ചു. എന്തിന്? ദേവന്മാരെ പോലും മുട്ടുകൊത്തിക്കുന്ന രാവണന് ഒരു കുരങ്ങനെ പിടിച്ചു കെട്ടാൻ സൈന്യങ്ങൾ വേണോ? അതുമാത്രമല്ല, സൈന്യങ്ങളെയെല്ലാം കൂട്ടി അങ്ങോട്ട് ചെന്നാൽ ആ കുരങ്ങൻ ഓടി ഒളിക്കും. അതുകൊണ്ട് അങ്ങ് തനിയെ പോയാൽ മതി. എന്നാലേ അവനെ പിടിച്ചു കെട്ടാൻ കഴിയൂ. അല്ലെങ്കിൽ ഒരു മുതുകുരങ്ങനെ പിടിച്ചു കെട്ടാൻ സൈന്യങ്ങൾ എന്തിന്?
നാരദൻ്റെ അഭിപ്രായം ശരിയാണെന്ന് രാവണന് തോന്നി. അങ്ങനെ നാരദനോടൊപ്പം രാവണൻ അപ്പോൾ തന്നെ ബാലിയെ തേടി യാത്രയായി. ഇരുവരും ബാലിയെ കണ്ടു. സമയം സന്ധ്യ. സമുദ്രതീരത്തിരുന്ന് സന്ധ്യാവന്ദനം ചെയ്യുകയാണ് ബാലി. രാവണൻ പതുക്കെ അടുത്ത് ചെന്ന് ബാലിയെ ആകെ ഒന്ന് നോക്കിയിട്ട് പതുക്കെ നാരദനോട് ചോദിച്ചു, ഇതാണോ ബാലി? ഇതൊരു മലയല്ലേ? ഇത് മലയൊന്നുമല്ല, ഇതാണ് ബാലി, ശരിക്കും ഒരു മുതുകുരങ്ങ്, കണ്ടില്ലേ വാല്? രാവണൻ ആ രൂപം ശരിക്കും ശ്രദ്ധിച്ചു നോക്കി. പർവ്വതം പോലുള്ള ഉടൽ, ഗുഹ പോലുള്ള വായ്, വളഞ്ഞ ദംഷ്ട്രങ്ങൾ, നീണ്ടു തടിച്ച വാലും കൈകളും. ബാലിയുടെ രൂപം കണ്ട രാവണന് ഭയം തോന്നി. ബാലിയുടെ അടുത്തേക്ക് ചെല്ലാൻ രാവണനെ നാരദൻ പ്രേരിപ്പിച്ചു. പക്ഷേ രാവണൻ മടിച്ചു നിന്നു. നാരദനുണ്ടോ വിടുന്നു. അദ്ദേഹം പലതും പറഞ്ഞ് രാവണന് ധൈര്യം നൽകി. രാവണൻ പതുക്കെ ബാലിയുടെ പിന്നിൽ ചെന്ന് നിന്നു. വാലിൻ്റെ നടുക്ക് രാവണൻ ഒരു കൈകൊണ്ട് പിടിച്ചു. വാൽ പതുക്കെ ചലിച്ചു. പെട്ടെന്ന് ആ കൈ വാലുകൊണ്ട് വരിഞ്ഞു മുറുക്കപ്പെട്ടു. അപ്പോൾ രാവണൻ മറ്റൊരു കൈകൊണ്ട് വാലിൽ പിടിച്ചു. അതും ബാലി വരിഞ്ഞു മുറുക്കി. എന്തിനു പറയുന്നു, പിടിക്കുന്ന ഓരോ കൈയും ബാലി വാലുകൊണ്ട് വരിഞ്ഞു കിട്ടി. അങ്ങനെ രാവണൻ്റെ 20 കൈകളും വരിഞ്ഞ് മുറുക്കപ്പെട്ടു. പാവം രാവണൻ ബാലിയുടെ വാലിൽ കുടുങ്ങി കിടപ്പായി. ബാലിയാവട്ടെ ഒന്നും അറിയാത്തവനെ പോലെ സന്ധ്യാവന്ദനം മുറയ്ക്ക് നടത്തുന്നു. വാലിൽ കുരുങ്ങിക്കിടക്കുന്ന രാവണൻ നാരദനെ ദയനീയമായി ഒന്ന് നോക്കി. പരിഭ്രമിക്കേണ്ട, ഞാൻ ലങ്കയിൽ ചെന്ന് മേഘനാഥനോട് വിവരം പറയാം. ഇത്രയും പറഞ്ഞ് നാരദൻ യാത്രയായി. ലങ്കയിലേക്കല്ല, മറിച്ച് ഇന്ദ്രന് നൽകിയ വാക്ക് പാലിച്ച ചാരിതാർത്ഥ്യത്തോടെ ദേവലോകത്തേക്ക്. രാവണന്റെ സ്ഥിതി എന്തായെന്ന് നോക്കാം, അതും നമുക്കറിയണമല്ലോ. 20 കൈകളും വരിഞ്ഞു മുറുക്കപ്പെട്ട നിലയിൽ രാവണൻ കിടപ്പ് തന്നെ. സമയം ഏറെയായി. ബാലി വാലുയർത്തി സമുദ്രത്തിൽ ഒന്ന് മുക്കി. അപ്പോൾ രാവണൻ ഉപ്പുവെള്ളം കുറെ അകത്താക്കി. സമുദ്രത്തിൽ നിന്ന് പുറത്തേക്കെടുത്ത് വാല് മണലിൽ ഉരുട്ടി. ഒപ്പം രാവണനും. ബാലിയുടെ ഈ വിനോദം ഏറെ നേരം ആവർത്തിച്ചു. കിഴക്കേ സമുദ്രത്തിലും പടിഞ്ഞാറേ സമുദ്രത്തിലും മാറി മാറി ബാലി സന്ധ്യാവന്ദനം നടത്തി. വാലിൽ കുടുങ്ങി ദുരിതമനുഭവിക്കുന്ന രാവണൻ നിശബ്ദം നാരദനെ ശകാരിച്ചു കൊണ്ടിരുന്നു. സന്ധ്യാവന്ദനം കഴിഞ്ഞ ബാലി തൻ്റെ രാജധാനിയായ കിഷ്കിന്ധയിലേക്ക് മടങ്ങി. ബാലിയെ എല്ലാവരും എഴുന്നേറ്റ് വണങ്ങി. കുരങ്ങന്മാരെല്ലാവരും ബാലിയെ കാണാൻ എത്തിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ കുറേ കുട്ടിക്കുരങ്ങന്മാർ ബാലിയുടെ പിന്നിലേക്ക് സൂക്ഷിച്ചു നോക്കി. വാലിലെന്തോ കുരുങ്ങിക്കിടക്കുന്നു. 10 തലയും 20 കൈകളുമുള്ള ഏതോ അപൂർവ ജന്തു. കുട്ടിക്കുരങ്ങന്മാർ കൈകൊട്ടി ആർത്തു ചിരിച്ചു. രാവണന് സഹിച്ചില്ല. ദേവന്മാരെ കിടുകിട വിറപ്പിച്ച താൻ ഒരു മുതുകുരങ്ങന്റെ വാലിൽ കുടുങ്ങിക്കിടക്കുന്നു. കുട്ടിക്കുരങ്ങന്മാർ കൈകൊട്ടി പരിഹസിക്കുന്നു. എല്ലാം മറന്ന പാവം ലങ്കേശ്വരൻ പൊട്ടിക്കരഞ്ഞുപോയി. എവിടെ നിന്നാണ് കരച്ചിൽ? ബാലി തിരിഞ്ഞു നോക്കി. വാലിൽ എന്തോ കുടുങ്ങിക്കിടക്കുന്നുണ്ടല്ലോ, സൂക്ഷിച്ചു നോക്കി. രാവണൻ ചിരിയൊതുക്കി വേഗം കെട്ടഴിച്ചു വിട്ടു. അല്ല, ഇതാര് രാവണനോ? എന്തു പറ്റി? അടിയൻ്റെ ഒരു വിവരക്കേട്. ഇത്രയും ആലോചിച്ചില്ല, മാപ്പ് തരണം. സങ്കടത്തോടെയും പശ്ചാത്താപത്തോടെയുമുള്ള രാവണൻ്റെ വാക്കുകൾ കേട്ട ബാലി പറഞ്ഞു, ശരി, പൊയ്ക്കോളൂ. എൻ്റെ വാലിൽ കുടുങ്ങി എന്നോർത്ത് കുണ്ഠിതപ്പെടുകയൊന്നും വേണ്ട. അഹങ്കരിച്ച് യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഇനിയെങ്കിലും ആലോചിക്കുക. രാവണനെ പറ്റി അമളി ദേവന്മാർക്കെല്ലാം രസമുള്ള ഒരു വാർത്തയായി. നാരദൻ്റെ ബുദ്ധിയെ എല്ലാവരും അഭിനന്ദിച്ചു. രാവണൻ്റെ അഹങ്കാരം ശമിച്ചു എന്ന് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ കഥ അവസാനിച്ചു. 20 ഇതിഹാസ കഥകൾ. ABV കാവിൽപ്പാട് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ നിന്ന് എടുത്തൊരു ചെറിയ പുരാണ കഥയാണ്. ചെറുതെന്ന് പറയാൻ പറ്റില്ല, സാമാന്യം പലപ്പോഴുള്ള കഥയാണ്. നമുക്ക് ചുറ്റും ഇത്തരത്തിൽ അഹങ്കാരികളായ ആൾക്കാരുണ്ട്. ഞാനെന്തോ വലിയ സംഭവമാണ് എന്നൊക്കെ ചിന്തിച്ച് നടപ്പിലും ഭാവത്തിലും അഹന്ത ധരിച്ച് നടക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളൊരു കഥാപാത്രമായിരുന്നു ഈ രാവണൻ. അപ്പോൾ രാവണൻ പാഠം പഠിക്കുന്നതാണ് ഇതിലെ കഥാതന്തു.
അഹങ്കാരത്തിന് കൈയും കാലും വെച്ചു എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ചിലരുണ്ട്. ഇതിപ്പം ശക്തിയിലും അധികാരത്തിലും ഒക്കെ ഉള്ളൊരു അഹങ്കാരമാണ്, തൻ്റെ കഴിവിലും ഒക്കെ ഉള്ളൊരു അഹങ്കാരമാണ് രാവണൻ. ആരെയും തോൽപ്പിക്കാൻ കഴിയും, ആരെയും നിഷ്പ്രഭമാക്കാൻ കഴിയും എന്നൊക്കെ ഉള്ളൊരു ചിന്ത. പക്ഷേ മനുഷ്യരിലോ അഹങ്കാരം പല വിധത്തിലാണ്. എല്ലാവർക്കും എന്തിലെങ്കിലുമൊക്കെ അഹങ്കാരം കാണും. ചിലപ്പോൾ സ്വന്തം കഴിവിനെക്കുറിച്ചായിരിക്കാം. ഞാൻ നല്ലൊരു എഴുത്തുകാരനാണ് എന്നൊക്കെ ചിലർ അഹങ്കരിക്കാറുണ്ട്. അങ്ങനെ അഹങ്കരിക്കുന്ന ആൾക്കാർ കാണും. ചിലപ്പോൾ പണം കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ കാറുകളുടെ ശേഖരം കൊണ്ടൊക്കെ ചിലർ അഹങ്കരിക്കാറുണ്ട്. മുന്തിയ ഇനം കാറിലൊക്കെ സഞ്ചരിക്കുന്നവർ, അതിൻ്റെ ഒരു അഹങ്കാരം കാണും. റോഡിൽ കൂടെ പോകുന്ന സാധാരണക്കാരെ, കാൽനട യാത്രക്കാരെയൊക്കെ കാണുമ്പോൾ ഒരു പുച്ഛവും പരിഹാസമൊക്കെ തോന്നും. അല്ലെങ്കിൽ ഒരു ബൈക്ക് യാത്രക്കാരനെ കാണുമ്പോൾ, അല്ലെങ്കിൽ സൈക്കിൾ യാത്രക്കാരനെ കാണുമ്പോൾ വളരെ വളരെ പുച്ഛത്തോടെയൊക്കെ ചിലപ്പോൾ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാകും. ഇല്ല, എല്ലാവർക്കും ഒരു ചില അഹങ്കാരങ്ങളൊക്കെ അവരുടെ ഉള്ളിൽ കാണും. നമ്മൾ ആഴ്ന്നിറങ്ങി ചെല്ലുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ നടപ്പിലും പ്രവൃത്തിയിലും ആ പുച്ഛവും പരിഹാസവും എല്ലാം കാണും. എന്തിനെങ്കിലും നമ്മൾ അഗ്രഗണ്യരാണ് എന്ന് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്നേക്കാൾ അയാൾക്ക് ആ കഴിവില്ല, അല്ലെങ്കിൽ എൻ്റെ കഴിവിനേക്കാൾ മുകളിൽ അല്ല അയാളുടെ കഴിവ് എന്നൊക്കെയുള്ളൊരു ചിന്തയൊക്കെ വരുമ്പോഴാണ് പലപ്പോഴും ഇത് സംഭവിക്കുന്നത്. അതെല്ലാത്തിലും ഉണ്ട്. ചിലപ്പോൾ ഒരു ബോക്സിംഗ് അല്ലേ യോദ്ധാവ്, അല്ലെങ്കിൽ ഒരു പാട്ടുകാരൻ, കവി. ഈ അഹങ്കാരം പലപ്പോഴും പതർച്ചയ്ക്കും കാരണമാകാറുണ്ട്. പല കലാകാരന്മാർക്കും അത് സംഭവിച്ചിട്ടുണ്ട്. ഒരു വീഴ്ചയ്ക്കൊക്കെ കാരണമായിട്ടുണ്ട്. പേരുകളിലോട്ടൊന്നും കടക്കുന്നില്ല. അങ്ങനെ ഏത് മേഖലയിലും ഉണ്ട്. അധികാരത്തിലിരിക്കുന്നവർക്കുണ്ട്, ഭരണകർത്താക്കൾക്ക് ഉണ്ട്. എന്നെ ഒന്നും ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ മേലെ ഇരിക്കുകയാണ്, എന്നെ ആർക്കും തൊടാൻ സാധിക്കില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒട്ടേറെ പേരുണ്ട്. വലിയ വലിയ ബിസിനസ് മാഗ്നറ്റ്സിനൊക്കെ സംഭവിക്കാറുണ്ട്. പലപ്പോഴും അവർ എളിമ പ്രകടമാക്കുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ അഹങ്കാരം പലപ്പോഴും അറിഞ്ഞും അറിയാതെയൊക്കെ പുറത്തു വരാറുണ്ട്. അങ്ങനെ അഹങ്കാരത്തിന് ഇന്നതുകൊണ്ട് മാത്രം അല്ല, ഒരു ഇന്ന കാര്യം കൊണ്ട് മാത്രമല്ല അഹങ്കാരം. പല പല കാരണങ്ങൾ കൊണ്ട് പല കാര്യങ്ങളിൽ നമുക്ക് അഹങ്കരിക്കാം. ആരോഗ്യത്തിൻ്റെ പുറത്ത് അഹങ്കരിക്കാം. അല്ലെങ്കിൽ ബൈക്ക് യുവാക്കൾ കണ്ടിട്ടില്ലേ ബൈക്ക് അഭ്യാസമൊക്കെ കാണിക്കുന്നത് ഒരു അഹങ്കാരമാണ്. എനിക്ക് ഇതൊക്കെ അനായാസം ചെയ്യാൻ കഴിയും, ബൈക്ക് ഒറ്റ വീലിൽ ഓടിക്കാൻ കഴിയും, ബൈക്ക് കുതിപ്പിക്കാൻ കഴിയും, ഇത്രയും വേഗത്തിൽ വലിയ ട്രാഫിക്കിലൂടെ ഓട്ടിക്കാൻ കഴിയും എന്നൊക്കെ ചിന്തിച്ചിട്ട് വളരെ മിന്നി പായുകയും അവസാനം വൻ അപകടത്തിലൊക്കെ ചെന്ന് ചാടുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ. ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥകൾ വരെ ഉണ്ടാവുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പോൾ അതെല്ലാം തീർച്ചയായിട്ടും അഹങ്കാരം തന്നെയാണ് അല്ലേ. സ്വന്തം കഴിവിലുള്ള അമിത വിശ്വാസമാവാം, പക്ഷേ അമിതമാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.